ഹായ് ഹലോ. നമ്മളിന്നൊന്ന് പുറത്ത് പോവുകയാണ്. നമ്മൾ പോണത് വേറെ എങ്ങോട്ടുമല്ല, ആലപ്പുഴയ്ക്കാണ് പോണത്. നമ്മുടെ കൂടെ ആൻഡ്രിയ ഉണ്ട്, ദെൻ അമ്മയുണ്ട്, പിന്നെ ഞാനും ഹസ്ബൻഡും ഉണ്ട്. ഇനി നമ്മൾ രണ്ടുപേരെയും കൂടി പിക്ക് ചെയ്യാൻ പോവാണ്. ദിയാമോള് നമ്മളോട് ജോയിൻ ചെയ്തിട്ടുണ്ട്. ഇനി ഒരാളും കൂടിയുണ്ട്, റെഡി ആയിക്കൊണ്ടിരിക്കുക, ഇപ്പം എത്തും. അപ്പം നമ്മളെ കൂടെ ഇനി ജോമോനും കൂടി വന്നിട്ടുണ്ട്. അപ്പം നമ്മൾ പോവാണ്. നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടേ ഉള്ളൂ. സമയം ഏകദേശം 12 മണി കഴിഞ്ഞു. കല്യാണം കഴിഞ്ഞ അന്ന് തൊട്ട് ഇവർ രണ്ടുപേരുമാണ് എൻ്റെ കമ്പാനിയൻസ്. എൻ്റെ എല്ലാ പരിപാടിക്കും കൂട്ട് നിൽക്കുന്നവരാണ്. അപ്പം നമ്മൾ ഏകദേശം ഓച്ചിറ ആയിട്ടുണ്ട്. ഓച്ചിറ എത്താറാവുന്നേ ഉള്ളൂ. ഇതാണ് ഓച്ചിറ അമ്പലം. ഇന്നിവിടെ 1 or 2 times എന്തോ ഞാനിവിടെ ഈ വഴിക്ക് വന്നിട്ടുണ്ട്. നമ്മൾ ഫുഡ് കഴിക്കാൻ കയറി. എന്തായാലും 2 മണി കഴിഞ്ഞു. നല്ല വിശപ്പായിരുന്നു എല്ലാവർക്കും. അങ്ങനെ നമ്മളെന്തായാലും നല്ലൊരു ഹോട്ടൽ നോക്കി നിർത്തിയാണ്. അത്യാവശ്യം നല്ല തിരക്കുണ്ട് ഹോട്ടലിൽ. അപ്പോൾ ഏറ്റവും ടോപ്പിൽ മാത്രമേ സീറ്റുള്ളൂ. ഏറ്റവും ടോപ്പിൽ മജ്ലിസ് ഉണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ നമ്മളത് എന്താണെന്ന് നോക്കാനായിട്ടാണ് കയറിപ്പോയത്. പക്ഷേ കൊള്ളാം, ഒരു അറേഞ്ച്മെൻറ്റ് വല്ലാതെ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു. അങ്ങനെ ഞങ്ങളെല്ലാവരും കയറിയിരുന്നു. ഇങ്ങനൊരു അറേഞ്ച്മെൻറ്റിൽ ഫുഡ് കഴിക്കാനിരിക്കുന്ന ആദ്യമായിട്ടാണ്. അപ്പോൾ എന്തായാലും സലാഡും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അതൊക്കെ ആദ്യമേ കഴിച്ച് തീർത്തു. ഫുഡ് വന്നു, നമ്മൾ സെർവ് ചെയ്യുകയാണ് എല്ലാവർക്കും. കുഞ്ഞുങ്ങൾക്കൊക്കെ എന്തായാലും മന്തി തന്നെയാണ് പുറത്ത് പോയി കഴിഞ്ഞാൽ ഇഷ്ടം. എനിക്കും അത് തന്നെയാണ് ഇഷ്ടം. ചിക്കൻ മന്തിയാണ്. പിന്നെ ഒരാൾ ബീഫ് മന്തിയും കൂടി ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ചിക്കൻ മന്തി ആണെങ്കിലും നമ്മൾ ഓരോ സ്ഥലത്തു നിന്ന് കഴിക്കുമ്പോൾ ആ ഫുഡിന് ഓരോ ടേസ്റ്റാണ്. എല്ലാം ഒരേ ടേസ്റ്റ് അല്ല. ഇത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നല്ല ഫുഡായിരുന്നു കേട്ടോ. നല്ല ഫുഡായിരുന്നു, എനിക്കിഷ്ടപ്പെട്ടു. അത് കഴിഞ്ഞ് നമ്മളൊരു ഐസ്ക്രീം കഴിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ മാംഗോ ബാറാണ് കഴിച്ചത്. എനിക്ക് ചോക്കോ ബാർ അത്ര ഇഷ്ടമല്ല. അവരൊക്കെ ചോക്കോ ബാറാണ് കഴിച്ചത്. അവർക്കൊക്കെ ചോക്ലേറ്റ് ഇഷ്ടമുള്ള ആൾക്കാരാണ് ഇവരെല്ലാം. ചോക്ലേറ്റ് ഫ്ലേവർ ഇഷ്ടമാണ്, എനിക്ക് അത്ര ഇഷ്ടമല്ല. എനിക്ക് തോന്നുന്നു ഒരു 1/2 hour കൂടെ ഉള്ളൂ. നമ്മൾ എത്താറാവുന്നുണ്ട്. ഇത് ഏകദേശം ഒരു അമ്പലപ്പുഴ, അതാണ് ലൊക്കേഷൻ നമുക്ക് കിട്ടിയിട്ടുള്ളത്. അങ്ങനെ നമ്മൾ എത്തിയിട്ടുണ്ട്. നമ്മൾ ഇഹാ ഡിസൈൻസിലേക്കാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്കൊരു ഫങ്ഷനുണ്ട് ഫാമിലിയിൽ. അപ്പോൾ എനിക്ക് ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയാണ് ഇന്ന് നമ്മളെല്ലാവരും കൂടി പോയേക്കുന്നത്. എനിക്ക് മാത്രമല്ല എടുത്തത് അവിടുന്ന് ഡ്രസ്സ്. സിമിയാൻറ്റിക്കും അമ്മയ്ക്കും സാരി എടുത്തിട്ടുണ്ടായിരുന്നു. എനിക്ക് ചുരിദാർ എടുത്തു. നല്ല ഡ്രസ്സാണ് കേട്ടോ. പിന്നെ നമ്മൾ നേരെ ഡ്രസ്സ് എടുപ്പൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ആലപ്പുഴ ബീച്ചിലേക്കാണ് വന്നത്. എൻ്റെ ഫസ്റ്റ് ടൈമാണ് ആലപ്പുഴ ബീച്ച്. പോകണമെന്ന് കുറേ നാളായിട്ട് ആഗ്രഹിക്കുന്നൊരു സ്ഥലമാണ്. അപ്പോൾ ബീച്ച് എത്തി. നമ്മൾ അങ്ങോട്ട് നടന്ന് പോവാണ്. പിന്നെ അത്യാവശ്യം നല്ല തിരക്കുണ്ട് ബീച്ചിൽ. ഞാൻ കരുതിയ പോലെയല്ല. ആലപ്പുഴ ബീച്ച് വളരെ നല്ലതാണ്. ഒരുപാട് അവസരങ്ങൾ കിട്ടിയിട്ടുണ്ട് ആലപ്പുഴ ബീച്ച് വിസിറ്റ് ചെയ്യാൻ. പക്ഷേ എനിക്കിതുവരെയും പോകാൻ പറ്റിയില്ല. ഇപ്പോഴാണ് പറ്റുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ സ്നാക്സൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. മുട്ട ബജിയും ഫ്രഞ്ച് ഫ്രൈസും നഗ്ഗറ്റ്സും ഒക്കെയാണ് കഴിച്ചത്. ഏകദേശം സൂര്യ അസ്തമിക്കാറായി വരുന്നുണ്ട്. അപ്പം നമ്മൾ ഇറങ്ങാൻ പോവുകയാണ്. ഒരു സൺസെറ്റാണ്. നല്ല വ്യൂ ആയിരുന്നു കേട്ടോ അത്. ഇതാണ് ജോസഫ്. ഇവനൊരു ഇൻസ്റ്റഗ്രാം ചാനലൊക്കെ ഉണ്ട്. അത്യാവശ്യം നല്ല റീച്ചാണ് എൻ്റെ റീൽസിന്. ഇവർ കപ്പിളായിട്ടാണുള്ള റീൽസ് എല്ലാം ഇടുന്നത്. ഇതാണ് എൻ്റെ ഹസ്ബൻഡ്. നടന്നു പോവുകയാണ്. നമ്മൾ വണ്ടിയുടെ അടുത്തേക്ക് പൊയ്ക്കൊണ്ടിരിക്കുക. ഇത് ആൻഡ്രിയ. നമ്മൾ നേരത്തെ കണ്ടായിരുന്നല്ലോ. ഇവരെല്ലാം പറയുന്നത് അവരെയും കൂടി ഈ ചാനലിൽ കാണിക്കെന്ന് പറഞ്ഞാണ് ഓരോരുത്തരായിട്ട് ഫ്രണ്ടിലേക്ക് വരുന്നത്. നമ്മളിനി ഒന്ന് പള്ളിയിലോട്ട് പോവാണ്. അമ്മയ്ക്ക് കൃപാസനത്ത് പോകണമെന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇവിടുന്ന് കുറച്ചുണ്ട്, എങ്കിലും കുഴപ്പമില്ല, നമ്മളൊന്ന് പോകാമെന്ന് കരുതി. പോയിട്ട് അവരൊക്കെ തിരിച്ച് വരുന്നുണ്ട്. നമ്മൾ രാത്രിയായി, എനിക്ക് തോന്നുന്നു 8 മണി കഴിഞ്ഞു. നമ്മൾ വീട്ടിലേക്ക് പോകുന്നതേ ഉള്ളൂ. അവരൊക്കെ പാട്ടും ഡാൻസും ഒക്കെ ആയിരുന്നു വണ്ടിയിൽ. എല്ലാവരും ഇപ്പോഴാണെന്ന് തോന്നുന്നു, എനിക്ക് തോന്നുന്നു ഇവർ രണ്ടുപേരും കുറേ കൂടി എനർജറ്റിക് ആയത്. ഭയങ്കര എനർജി ആയിരുന്നു തിരിച്ച് വരുന്ന സമയത്ത്. ഈ ഡാൻസും പാട്ടും രണ്ടുപേർക്കും പനിയാണ്. പക്ഷെ അതിൻ്റെ ക്ഷീണമൊന്നും അവർ കാണിക്കുന്നൊന്നുമില്ല. കുഞ്ഞുങ്ങളല്ലേ, അങ്ങനെ നമ്മളിനി വീട്ടിലെത്തി. ഇനിയിപ്പോൾ എനിക്കൊന്ന് ഫ്രഷ് ആവണം, ഫുഡ് കഴിക്കണം, അതൊക്കെയാണ്.
ഫുഡ് കഴിച്ചു ഫ്രഷായി. ഓക്കെ ബൈ, കിടക്കാൻ പോവാണ്. ഗുഡ് നൈറ്റ്.